तमसोमा ज्योतिर्गमया मृत्योमा अमृतं गमया सत्यस्वरूपा परिपालका तव शरणं शरणं ज्योतिप्रदायका जगदीश्वरा तव शरणं शरणं जीवदायका प्रभुवरणे सच्चिदानन्द गुरुवरणे जीवदायका प्रभुवरणे सच्चिदानन्द गुरुवरणे तव चरणं शरणं शरणं करुणामय सागरणे तव चरणं शरणं शरणं करुणामय सागरणे सत्यस्वरूपा परिपालका तव चरणं शरणं ज्योतिप्रदायका जगदीश्वरा तव शरणं शरणं
മഹാജ്യോതിസാം നിൻ തിരുസന്നിധി പ്രണമാഞ്ജലിയായി തൃപാദപൂജയ്ക്കായി മഹാജ്യോതിസാം നിൻ തിരുസന്നിധി പ്രണമാഞ്ജലിയായി തൃപാദപൂജയ്ക്കായി സ്നേഹദീപമേ സത്യസ്വരൂപ പരിപാലക തവ ചരണം ശരണം ജ്യോതിപ്രദായക ജഗദീശ്വര തവ ചരണം ശരണം 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 ഞാനിവിടെ പറയാൻ പോണ കഥയുടെ പേര് ഒരു വിധക്കാരൻ്റെതും. ഒരിക്കലൊരിതക്കാരൻ അതിരാവിലെ പാടത്തേക്ക് പോയി. അവന്റെ കൂടെ വിത്ത് വിതച്ചപ്പോ ചിലത് വഴിയരിയിൽ അധികം മണ്ണില്ലാത്ത പാടങ്ങളാണ്. അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി സൂര്യച്ചപ്പോ വേലില്ലാത്തനാൽ കരിയുകയും ചെയ്തു. വേറെ ചിലതാണെങ്കിൽ മുൾച്ചെടികളുടെ അകത്ത് മുൾച്ചെടികൾ മണ്ണിൽ നെരുക്കിക്കളഞ്ഞു. വേറെ ചിലതാണ് നല്ല നിലത്തു. അത് വളർന്ന് 100 മണി 60 മണി 30 മണി വിളവ്. ഈ ഉപനെ പോലെ ദൈവവചനമായ വിത്തുകൾ ഇരിക്കുക. അവർ നഷ്ടപ്പെട്ട വഴിയിൽ വീണ വിത്തുകളെ പോലെയും വചനത്തിൽ പീഡങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ പാറപ്പുറത്ത് വീണ വിത്തുകളെ പോലെയും വേഗതയും ശക്തിയും നെരിക്കപ്പെടാതെ ചെടികളിനകത്ത് വീണ വിത്തുകളെ പോലെയും അവർ ദേവവചനം ഗ്രഹിച്ച് അവർ ഹൃദയത്തിൽ ഹിതിച്ചിരിക്കുന്നതാണ്. 100 മണി 60 മേനിയും 30 മേനിയും നൽകാൻ കൂട്ടുകാരെ സഹായിക്കട്ടെ. എന്നാലും இந்த ഭൂമിയിലെ നലമുടനെ കാത്തു നാനും നല്ല ഉലകം പടയ്ക്ക വേണ്ടും നண்பர்களே. എഴിലാന ഉലകം വളமான காட்சி இனிதான வாழ்வு மலர்ந்தாக வேண்டும். எழிலான உலகம் வளமான காட்சி இனிதான வாழ்வு மலர்ந்தாக வேண்டும். இதமான சூழல் எந்நாளும் இயற்பாக நாமும் இயற்கையை காப்போம். இதமான சூழல் எந்நாளும் இழைக்க இயற்பாக நாமும் இயற்கையை காப்போம். நல்ல உலகம் படைக்க வேண்டும் நண்பர்களே. இன்னாலும் இந்த பூமியிலே நலமுடனே காத்து நாமும் நல்ல உலகம் படைக்க வேண்டும் நண்பர்களே. உயிர் வாழ காற்றும் உயிர் பேட நீரும் உலகாடும் தேவன் கொடுத்தானே இன்று. உயிர் வாழ காற்றும் உயிர் பேட நீரும் உலகாடும் தேவன் கொடுத்தானே இன்று. கருத்தாக பேணி தூய்மையாக காக்க கரங்கோர்த்து எழுவோம் கண்ணியமாய் நாமும். கருத்தாக பேணி தூய்மையாக காக்க கரங்கோர்த்து எழுவோம் கண்ணியமாய் நாமும். நல்ல உலகம் படைக்க வேண்டும் நண்பர்களே. എന്നാലും இந்த ഭൂമിയിലെ നലമുടനെ കാത്തു നാമും നല്ല ഉലകം പടയ്ക്ക வேண்டும் നண்பர்களே.
ഇന്നു നീ ഉള്ളിലണയും
നീ വന്നു വാഴണമേ. ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. 91 സങ്കീർത്തനം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവക്ഷത്തിന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നു മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും.
സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ കാലത്തിൻ്റെ കവിതയായ കനകതാരമേ കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ കാലത്തിൻ്റെ കവിതയായ കനകതാരമേ നിന്നോളി കണ്ടുണർന്നിടാത്ത കണ്ണു കണ്ണാണോ നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക അന്വേഷിച്ചാൽ കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ സാഗരത്തിൻ തിരയെ വന്ന കർമ്മകാണ്ഡമേ നിൻകഥ കേട്ടലിഞ്ഞിടാത്ത മനം മനമാണോ നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക ശ്രീയേശുനായക. ആത്മാവിന്റെ കലയാണ് നാടകം. മനുഷ്യന്റെ മുഖത്ത് നോക്കി സത്യം പറയുന്ന ഒരു കല. കഠിനമായി അധ്വാനിക്കാനുള്ള മനസ്സുണ്ടായിട്ടും ഒന്നും നേടാതെ പോകുന്ന ചില ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എന്താണ് ഇതിന് കാരണം? വർത്തമാന കാലഘട്ടത്തിലെ ചില ഏടുകളിലൂടെ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അഭിമാന പുരസ്കാരം സമർപ്പിക്കുന്നു മാർത്ത 2.0. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട.
ദൈവമേ, സമയം പോയല്ലോ. ഇവിടുത്തെ വീട്ടുജോലി ഒന്നും തീർന്നിട്ടില്ല. പണി തീർന്നിരുന്നെങ്കിൽ എനിക്കും കൂടെ യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോകാമായിരുന്നു. അതിനെന്താ മാത്തേ, നമുക്ക് ഒരുമിച്ച് പോകാം പ്രസംഗത്തിന്. തീ കത്തിക്കാം, തീ കത്തിക്കാം, സ്വർഗീയ രാജാവിൻ തീ കത്തിക്കാം. നീ ഇവിടെ പാട്ടും പാടി തീയും കത്തിച്ചിരുന്നാൽ പണി തീരുമോ? മറന്നുപോയോ? ഇന്നലെ നമ്മൾ യേശുവിനെ ഇവിടെ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനും കൂടെ വന്നാൽ എങ്ങനെയാ? ഒരു 10-25 കൂട്ടം കറിയെങ്കിലും ഒരുക്കണ്ടേ? സ്റ്റാർട്ടർ വേണം, വെൽക്കം ഡ്രിങ്ക് വേണം, അപ്പം വേണം, ഫിഷ് മോളി വേണം, ഐസ്ക്രീം വേണം. അങ്ങനെ എന്തൊക്കെ ഒരുക്കിയാലാ? മാത്തേ, നമ്മൾ യേശുവിനെ അല്ലേ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്. യേശുവിന് 10-25 കൂട്ടം കറികളൊന്നും വേണ്ട. നിനക്കറിയില്ലേ, അപ്പവും മീനുമാണ് ഗുരുവിന് ഏറെ ഇഷ്ടം. കുറച്ച് അത്തിപ്പഴം കൂടെ ഉണ്ടെങ്കിൽ ഏറെ സന്തോഷമാവും. ലാസറച്ചാൻ എങ്ങോട്ടാ പോണേ? യേശുവിന്റെ പ്രസംഗം ഇവിടെ ഗലീലക്കരയ്ക്കടുത്ത് നടക്കുന്നത് നീ മറന്നുപോയോ? വളരെ അത്ഭുതങ്ങളും രോഗശാന്തിയും അവിടെ നടക്കുന്നു. അന്ധർ കാണുന്നു, മുടന്തർ നടക്കുന്നു, വ്യാധികൾ മാറുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലാസറച്ചായ, എനിക്ക് മരണമെന്നുണ്ട്. പക്ഷേ യേശുവിനെ ഇന്ന് ഡിന്നറിന് വിളിച്ചിരിക്കുന്ന കാര്യം മറന്നുപോയോ? ഇവിടുത്തെ പാചകങ്ങളൊന്നും തീർന്നിട്ടില്ല. എന്നാൽ മറിയേ, നീ വാ, നമുക്ക് പ്രസംഗം കേൾക്കാൻ പോകാം. നിൽക്ക് നിൽക്ക്, പോകാൻ വരട്ടെ. ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ കൂടി മേടിച്ചുകൊണ്ട് വേണം വരാൻ. എന്താ മാർത്ത ഇത്? ഒരു സൂപ്പർ മാർക്കറ്റ് മുഴുവനും ഉണ്ടല്ലോ. അതെ അച്ചായ, ഇവിടെ ചിക്കൻ ഇല്ല, മല്ലിയിലയില്ല, ജ്യൂസ് ഇല്ല, അത്തിപ്പഴമില്ല. അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ശരി ശരി, വിവരിക്കേണ്ട. പ്രസംഗം കഴിഞ്ഞു വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നോളാം. എന്നാ നമുക്ക് പോകാം ലാസറച്ചായ. മാത്തേ, നിനക്ക് പറ്റുമെങ്കിൽ നീയും കൂടെ ഞങ്ങളുടെ കൂടെ വാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എല്ലാവരും കൊടുത്തതിന് ഭംഗിയായി യേശുവിന് നമുക്ക് ഡിന്നർ കൊടുക്കണം. ഒട്ടും കുറയ്ക്കാൻ പാടില്ല. ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യും? അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വാ. മാർത്തേ, യേശു ഗിരിപ്രഭാഷണത്തിൽ നമ്മെ എന്താ പഠിപ്പിച്ചതെന്ന് നീ ഓർക്കുന്നില്ലേ? മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്നാണല്ലോ. അതൊക്കെ ശരി തന്നെ. ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റൊന്നിന് വളമാകൂ. ഇവിടുത്തെ പണി ഞാൻ തന്നെ ചെയ്യണം. എനിക്ക് എന്നും അടുക്കള തന്നെ ശരണം. എന്നാ ശരി, ഞങ്ങൾ പോട്ടെ. പോകുന്നതൊക്കെ കൊള്ളാം. ആരെങ്കിലും ഞാൻ എന്തെന്ന് ചോദിച്ചാ കൂടുതൽ വിസ്തരിക്കാനൊന്നും നിക്കണ്ട. സൂമിലൂടെയോ യൂട്യൂബിലൂടെയോ പ്രസംഗം കാണുന്നുണ്ടെന്ന് പറഞ്ഞാ മതി. ഓ ശരി ശരി. പിന്നെ സൂം എടുക്കുന്നവരോട് പറയണം, അവിടുത്തെ ഓഡിയൻസിനെ ഒന്നും കാണിക്കണ്ട, യേശുവിനെ മാത്രം കാണിച്ചാൽ മതിയെന്ന് കേട്ടോ. പിന്നെ മറിയേ, അവിടെ അത്ഭുതങ്ങൾ വല്ലതും നടന്നാൽ നീ അപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്തേക്കണേ. ആരാണാവോ വന്നത്? ആ ശലോമി, നീ ആയിരുന്നോ? നീ എന്താടി വടിയൊക്കെ പിടിച്ച്? നല്ല ഭംഗിയുള്ള വടിയാണല്ലോ. ഇപ്പം വടിയില്ലാതെ നിനക്ക് നടക്കാൻ വയ്യ എന്നായോ? എടി, ഇത് നടക്കാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇതേ മോശ ഉപയോഗിച്ച അംശവടിയാണ്. ഞാനിത് നമ്മുടെ തോമസും പ്ലാവെങ്കിലില്ലേ, പുള്ളിയുടെ കയ്യിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയതാ. 100-200 അല്ല കൊടുത്തത്, 25 ലക്ഷം കൊടുത്തത്. പിന്നെ എന്തൊക്കെയുണ്ടടി വിശേഷങ്ങൾ? ആ മാർത്തേ, സുഖമായിട്ടിരിക്കണു. നീ എന്ത് ചെയ്യായിരുന്നു? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നടി. എന്നാൽ നീ പ്രാർത്ഥിച്ചോ, ഞാൻ പിന്നെ വരാം. പോകാൻ വരട്ടെ, പ്രാർത്ഥന പിന്നെയും ആകാമല്ലോ. നീ ഇരിക്കേ, ഒത്തിരി നാളായില്ലേ നിന്നെ കണ്ടിട്ട്. ഓ, ഭയങ്കര തിരക്കാർന്നടി. അത് പോട്ടെ, നീ ഇന്ന് യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോയില്ലേ? ആ, നീ അറിഞ്ഞില്ലേ? ഞങ്ങളാണ് ഇന്ന് യേശുവിന് ഡിന്നർ കൊടുക്കുന്നത്. ഒരു 5 സ്റ്റാർ ഡിന്നർ ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശലോമി, നീ എന്താ പ്രസംഗത്തിന് പോകാതിരുന്നത്? അതിന് ഈ പ്രസംഗം 1-2 ദിവസമാണോ ഉള്ളത്? 15 ദിവസം അല്ലേ? പറയുന്നവർക്ക് അങ്ങനെ പറഞ്ഞാ പോരെ? പിള്ളേർക്കാണെങ്കിൽ ക്ലാസ്സും ട്യൂഷനും ഒക്കെ ഉണ്ട്. ഞാൻ വല്ല സൂമിലോ യൂട്യൂബിലോ ഒക്കെ കണ്ടോളാം. നീ തന്നെ പറ, എക്സാം ആണോ പ്രസംഗമാണോ വലുത്? അത് പിന്നെ എക്സാം തന്നെയല്ലേ. എടി മാർത്തേ, നീ ഇന്ന് ഫേസ്ബുക്ക് ചെക്ക് ചെയ്തിരുന്നോ? ഇല്ലടി, ഞാൻ ഒരു അരമണിക്കൂർ മുൻപേ നോക്കിയുള്ളൂ. എന്താ ശലോമി? അതെ, നമ്മുടെ ഫാഹയിലെ സാറയില്ലേ, അവള് പള്ളിയുടെ പിക്നിക്കിന് ഗ്രീൻ ഐലൻഡിൽ പോയ ഫോട്ടോയും വീഡിയോയും ഒക്കെ പോസ്റ്റ് ചെയ്തേക്കണു. അവളുടെ ഒരു പത്രാസ്. ഞാൻ ലൈക്ക് അടിച്ചിട്ടൊന്നുമില്ല, നീ ലൈക്ക് അടിക്കണ്ടായിട്ടോ. ഞാനൊന്ന് നോക്കട്ടെ എന്തായാലും. മാർത്തേ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഭയങ്കര തിരക്കാടി. പിള്ളേർക്ക് ഓൺലൈനിൽ നീന്തൽ ക്ലാസ്സും ഓട്ട മത്സരം ഒക്കെ ഉണ്ട്. കൂടാതെ എനിക്ക് ജിംബ ഡാൻസും.
എടി ആ വടി ഇങ്ങോട്ട് എടുത്തേ, ഞാൻ പോകട്ടെ. എന്നാ ശരിടി. നമ്മുടെ പൗലോച്ചായന്റെ ബർത്ത്ഡേ ആണല്ലോ. ഇവനൊക്കെ ഏത് നേരവും ഈ പോസ്റ്റ് ഇടാനേ നേരമുള്ളൂ. എന്തായാലും ഒരു നിശ്ചയം, ഹാപ്പി ബർത്ത്ഡേ. ഓ, സാറയുടെ വെഡിങ് ആനിവേഴ്സറിയോ? 15 വർഷമായോ? കണ്ട അവക്കൊന്നും പ്രായം തോന്നില്ല കേട്ടോ. അവിടെ വീട്ടിലാണെങ്കിൽ എന്നും ആട്ടം. എന്റെ വിധം ഒരു വിഷയം, ഹാപ്പി ആനിവേഴ്സറി. അയ്യോ, സമയം പോയല്ലോ. ഈ ഫേസ്ബുക്കിൽ നോക്കിയിരുന്ന സമയം പോകുന്നതേ അറിയില്ല. ആരൊക്കെയാ ഇത്? ആ, സൂസനെ റബേക്കയോ? വാ, ഇരിക്കേ. മാർത്തേ, നിന്നെ മാത്രം യേശുവിന്റെ പ്രസംഗത്തിന് കണ്ടില്ല. ലാസറും മറിയയും ഏറ്റവും മുൻപിൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ. യേശുവിനെ ഇന്ന് ഇവിടെ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊണ്ട് ഞാൻ പോയില്ല എന്നേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു പ്രസംഗം? വളരെ അനുഗ്രഹീതമായ പ്രസംഗമായിരുന്നു. ഓ, എനിക്ക് അത്ര അനുഗ്രഹമൊന്നും തോന്നിയില്ല. 2 ദിവസമായിട്ട് ഇതന്നെയല്ലേ കേൾക്കുന്നത്. ഇന്നലെ ഒക്കെ പറഞ്ഞല്ലേ ഒന്നും പറഞ്ഞത്. ഞാൻ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. അല്ലേലും നീ പ്രസംഗം കേൾക്കാനല്ലല്ലോ വരുന്നത്. നെയ്യപ്പവും പഴവും പാച്ചോറും വാങ്ങിക്കാനല്ലേ വരുന്നത്. ഓ, അയ്യോ മാർത്തെ, നിന്നെ കണ്ട് അപ്പടി വല്ലാണ്ടിരിക്കുന്നല്ലോ. നീ ഇപ്പം സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ല? ബ്യൂട്ടി പാർലറും പോകാറില്ലേ? ഓ, എന്നാ പറയാനാ, ഈ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് എവിടെയാ സമയം ബ്യൂട്ടി പാർലറിൽ പോകാൻ? അല്ലെങ്കിൽ ഈ കൊറോണ കാലത്ത് മാസ്കും വെച്ചോണ്ടിരിക്കുമ്പോ നമ്മുടെ സൗന്ദര്യമൊക്കെ ആര് കാണാനാ? കാപ്പി എടുക്കാം. വേണ്ട മാർത്തേ, നിനക്ക് ഒത്തിരി പണികൾ ഉള്ളതല്ലേ. ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, സാരമില്ല, നിങ്ങൾ വല്ലപ്പോഴും അല്ലേ വരുന്നത്. ഇരിക്കേ. നിനക്ക് തിരക്കാണെങ്കിൽ നീ അങ്ങ് പോയിക്കോ. മാർത്തെ, നീ നമ്മുടെ പള്ളിയിൽ ഏതെങ്കിലും കാര്യം അറിയുന്നുണ്ടോ? പിക്നിക്ക്, ക്രിസ്മസ് പ്രോഗ്രാം എന്തെല്ലാമാ നടക്കുന്നത്? ഞാൻ ഇതൊക്കെ എങ്ങനെ അറിയാനാ? മറിയ ഇവിടെ വന്ന ആത്മീയ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. പിന്നെ വല്ലപ്പോഴും പള്ളി സെക്രട്ടറി അയക്കുന്ന വാട്സപ്പ് മെസ്സേജ് കണ്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുന്നത്. റബേക്ക, നമുക്ക് പോകാം. മാർത്തേ, നിന്റെ പണി നടക്കട്ടെ. യേശു പറഞ്ഞിട്ടില്ലേ, നമ്മൾ പറയുന്ന ഓരോ വാക്കിലും നാം വിശുദ്ധിയുള്ളവരായിരിക്കണം. ഓ, ഒരു വിശുദ്ധ വന്നേക്കുന്നു. മാർത്തെ, എന്റെ സഹായം വല്ല ആവശ്യമുണ്ടോ നിനക്ക്? ആ, എന്നെ കുറച്ച് വെജിറ്റബിൾ അരിഞ്ഞതാ. അയ്യോ, ഇപ്പോഴാ ഞാൻ ഓർത്തെ. അച്ചായൻ ഓഫീസിൽ നിന്ന് വരാറായി. ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. പിന്നെ ഇവളുടെ വെജിറ്റബിൾ അരിഞ്ഞിട്ട് വേണം നമ്മുടെ കയ്യിൽ കറയാകാൻ. എന്നാലും നിങ്ങൾക്ക് കുറച്ച് സഹായിക്കാമായിരുന്നു. മാർത്തേ, വീട്ടിലെ പണിയെല്ലാം എന്തായി? കഴിഞ്ഞോ? മറിയേ, എന്ത് പറയാനാ, ഒന്നും കഴിഞ്ഞിട്ടില്ല. സമയം പോയത് അറിഞ്ഞില്ല. ഏതായാലും നീയും എത്തിയല്ലോ, നമുക്ക് ഒരുമിച്ച് പണി തീർക്കാം. വേഗമാകട്ടെ. ലാസറച്ചായ, ഞാൻ തന്ന ലിസ്റ്റിലെ സാധനങ്ങളൊക്കെ കിട്ടിയോ? ആ, നീ നോക്ക്, എല്ലാം ഇതിലുണ്ട്. എന്റെ മാർത്തേ, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നീ യൂട്യൂബും ഫേസ്ബുക്കും നോക്കി സമയം കളഞ്ഞോണ്ടിരിക്കുമെന്ന്. സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ യേശു നമ്മെ പഠിപ്പിച്ചത് നീ മറന്നുപോയോ? ദേ മറിയേ, നീ അധികം വിശുദ്ധയാകൊന്നും വേണ്ട. ഈ നാട്ടിലുള്ളവർക്ക് എല്ലാം അറിയാം എവിടെ ആരും വീട്ടുജോലി ചെയ്യുന്നതെന്ന്. പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ചെയ്യേ. ഇവളുമാരെ കൊണ്ട് ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. മിക്കവാറും തലാഭാത്ത് വഴി ഓർഡർ ചെയ്യേണ്ടി വരുമായിരിക്കും. ആ, യോനച്ചായ, എന്തുണ്ട് വിശേഷം? പീറ്റർ അച്ചായൻ എന്തിയേ? പീറ്ററിന്റെ അമ്മായിമ്മയ്ക്ക് പനി പിടിച്ചു, അതുകൊണ്ട് അവൻ ക്വാറന്റൈനിലാണ്. അയ്യോ, അമ്മച്ചിക്ക് കൊറോണയാണോ? കഷ്ടമായി പോയി. അമ്മച്ചിക്ക് അല്ലേൽ ഈ ഈടെയായി ഇച്ചിരി ദൈവവിശ്വാസം കുറവായിരുന്നു. മാസ്കും വെക്കില്ലായിരുന്നു. മാർത്തേ, നീ വലിയ സദ്യ ഒരുക്കുവാണെന്ന് കേട്ടല്ലോ. ഈ വീടെന്താ ഒരു വൃത്തിയുമില്ലാതെ കിടക്കുന്നേ? ഈ യോനച്ചായന്റെ ഒരു കാര്യം, എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കുറ്റം പറയുകയാണോ? ഇവിടെ ഞാൻ മാത്രമല്ലേ പണിയെടുക്കാനുള്ളൂ എന്ന് അറിയില്ലേ? ഇവിടെ എല്ലാവരും പ്രാർത്ഥനക്കാരാ. പെട്ടെന്നാകട്ടെ, യേശു വരാറായി.
മറിയേ, വാ ഇങ്ങോട്ട്, പണി ചെയ്യണ്ടേ? വീട്, ഞാൻ അല്പനേരം യേശുവിന്റെ അടുക്കൽ ഇരിക്കട്ടെ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ഗുരു, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അങ്ങേക്ക് ഒരു വിഷമവും തോന്നുന്നില്ലേ? എന്നെ സഹായിക്കാൻ ഇവിടുന്ന് മറിയോട് ഒന്ന് പറഞ്ഞാലും. മാർത്തേ, മാർത്തേ, നീ പലതിനെയും കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ. അല്ല, ഒന്നും മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതാരും അവിടെ നിന്ന് എടുക്കുകയുമില്ല. ഇത് ദുഷ്കാലമായാൽ ഓർത്തിടുവീൻ, സമയം തക്കത്തിൽ ഉപയോഗിക്കുവീൻ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അവൻ മേഹാരൂഢനായി മാറി. ആ കുഞ്ഞാ
പൊന്മുഖം ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയ കയ്യിലാണിപ്പഴുതും കാട്ടി അവൻ മേഹാരോടനായി വാനിൽ കയ്യിലാണിപ്പഴുതും കാട്ടി അവൻ മേഹാരോടനായി വാനിൽ ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായേ ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായേ പൊന്നിനേക്കാളും തിളങ്ങുന്ന കിരീടം ചാർത്തി രാജാവായി എഴുന്നള്ളി വരുമ്പോൾ പൊന്നിനേക്കാളും തിളങ്ങുന്ന കിരീടം ചാർത്തി രാജാവായി എഴുന്നള്ളി വരുമ്പോൾ ആ പൊന്മുഖത്ത് മുത്താൻ എനിക്കാശയുണ്ട് പൊന്നേ ആ പൊന്മുഖത്ത് മുത്താൻ എനിക്കാശയുണ്ട് പൊന്നേ ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായേ ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായേ കൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായേ കാണും നിന്റെ പായേ ജില ജില ദും ദും ജില 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 ദും ദും ജില ജില ആശ്വാസം
ஆண்டு நடக்க போகுது அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது கவலைப்படாத 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 அற்புதங்கள் குவிய போகுதே அற்புதங்கள் குவிய போகுதே சூப்பர் நேச்சுரல் ஆண்டு இது சூப்பர் நேச்சுரல் ஆண்டு சூப்பர் நேச்சுரல் ஆண்டு இது சூப்பர் நேச்சுரல் ஆண்டு കൂട്ടിലൊരുണ്ണി പിറന്നേ മണ്ണടി പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ Bambang dan kita